കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തുവന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഷിനോജ് ജസ്തിയുണ്ട് വിവരങ്ങളുമായി. ഷിനോജ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി എങ്ങനെയാണ് മരണം സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടത്തിൽ പെട്ടുപോയത് എന്നതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകുന്നുണ്ട്. ഞെട്ടലോടെയാണ് കേരളം ഈ അപകട വാർത്ത ശ്രമിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾ രക്ഷാപ്രവർത്തനം നടക്കാതെ വന്നപ്പോഴുള്ള ഒരു പുകച്ചിലായിരുന്നു മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണെന്ന് ആദ്യം പറയൂ. രതീഷ്, ബിന്ദുവിന്റെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തലക്കേറ്റ ഗുരുതരമായ പരിക്കും അതുപോലെ തന്നെ ആന്തരിക രക്തസ്രാവവുമാണ് ഇത്തരത്തിൽ ഈ മരണത്തിന്റെ കാരണമായി ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തലയോട്ടി പൊട്ടി തലച്ചോറ് ഉൾപ്പെടെയുള്ളവ പുറത്തു വന്നു. അതിനൂടെ ഈ വാരിയലുകൾ പൂർണ്ണമായും തന്നെ ഒടുങ്ങി. ശ്വാസകോശം, ഹൃദയം, കരൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തരത്തിലുള്ള ആന്തരികമായ രീതിയിലുള്ള തന്നെ ഈ ബിന്ദുവിനെ നിൽക്കേണ്ടതായി വന്നു. അതാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുകയുണ്ടായി. ഇതൊക്കെ ഇന്നലെ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധമൊക്കെയാണ് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് നമ്മൾ കണ്ട പ്രതിഷേധമെന്ന് പറയുന്നത്. രതീഷ്, ഈ ബിന്ദു എവിടെയാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള മറ്റു വിവരങ്ങളൊക്കെ ഇപ്പോൾ കുറെ കൂടി വ്യക്തമാകുന്നുണ്ടോ? അപകട സമയത്ത് രക്ഷാപ്രവർത്തനം വളരെ വൈകിപ്പോയി, ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം വല്ലാതെ വൈകിപ്പോയി എന്നാണല്ലോ ഇന്നത്തെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായി മാറിയത്. എവിടെയായിരുന്നു ഇവരുണ്ടായിരുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ, എങ്ങനെയാണ് ഈ അപകടത്തിൽ അവർ പെട്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് കുറെ കൂടി അവിടെ വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ആളുകളുടെ ഭാഗത്തു നിന്ന്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ആശുപത്രി ചുമതലപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, അത്തരം വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഈ മൂന്നാമത്തെ നിലയോട് ചേർന്നുള്ള പത്താമത്തെ വാർഡിലാണ് ഈ ബിന്ദുവിൻ്റെ മകൾ നവമി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതായത് ആ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വാർഡിന് സമീപത്ത് തന്നെയുള്ള ബാത്റൂമിലാണ് ഈ ബിന്ദു ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ മുകളിലത്തെ മൂന്നാമത്തെ നിലയിൽ നിന്ന് തകർന്ന് താഴേക്ക് വീണിട്ടുണ്ടാകും. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. സ്വാഭാവികം അങ്ങനെ ആകാൻ തന്നെയാണ് വഴിയുള്ളൂ. കാരണം താഴത്തെ രണ്ട് നിലയിലും ബാത്റൂം ഒന്നും തന്നെ പ്രവർത്തനക്ഷമമല്ല. മുകളിലത്തെ മൂന്നാമത്തെ നിലയിലുള്ള ബാത്റൂം മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മകളെ അവിടെ ആക്കിയിട്ട് അച്ഛൻ മെഡിക്കൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നു, പരിശോധനയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നു. അമ്മ ബാത്റൂമിലേക്ക് ഒന്ന് പോയി വരാൻ വേണ്ടി പോകുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ അപകടം നടക്കുന്നത്. എന്തായാലും ആ സമയത്തിൽ 10:30 ഇത്തരത്തിൽ അപകടം നടക്കുന്നത്. ആ സമയം മുതൽ 10:30 അവിടെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. ഇതിന് പിന്നാലെ 5 മിനിറ്റ് നമ്മളവിടെ എത്തി 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ മന്ത്രിമാരായ വി എൻ വാസവൻ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നു, ആരോഗ്യമന്ത്രി എത്തുന്നു. ആ സമയത്തൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ അവിടെ തിരച്ചിൽ, ഇതിനടിയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ട് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലൊരു തെരച്ചിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ തെരച്ചിൽ വൈകിപ്പോയി. തെരച്ചിലിൻ്റെ സംവിധാനത്തിന് ഒരു വേണ്ടത്ര തരത്തിലുള്ള വേഗത ഇല്ലായിരുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഒടുവിൽ ചാണ്ടിയുമ്മൻ MLA ആണ് ഇത്തരത്തിൽ അകത്തേക്ക് കയറി ഇതുമായി ബന്ധപ്പെട്ട് ഈ നവമിയുമായി സംസാരിക്കുന്നുണ്ട്, അച്ഛനുമായി സംസാരിക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ചതിന് ശേഷം എന്താണ് അവിടെ നടന്നത്, അമ്മ ഇത്തരത്തിൽ കാണാനില്ല എന്ന് പരാതിയൊക്കെ തന്നെ ഈ കുടുംബം അറിയിക്കുന്നുണ്ട്. തുടർന്ന് ചാണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നമ്മളുമായി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസുണ്ട്. അതിനുശേഷമാണ് ചാണ്ടി പുറത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെട്ടെന്ന് ഒരു തിരച്ചിലേക്ക് പോകണം. കാരണം ഇത്തരത്തിലൊരു പരാതിയുണ്ട്. നിങ്ങൾ കൊടുത്ത കാഷ്വാലിറ്റി ലിസ്റ്റിൽ ആകെ 3 പേരുടെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പേരില്ലാത്ത ഒരാളെ കാണാനില്ല എന്ന് അകത്ത് ഒരാൾ പറയുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ചാണ്ടി ഉമ്മൻ കയർക്കുന്നുണ്ട്. അങ്ങനെ കയർത്ത് സംസാരിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ ഭാഗമായാണ് വീണ്ടും ഈ തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കുന്നത്. തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ എത്തുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് ഈ അപകടം നടന്ന ആദ്യഘട്ടത്തിൽ തെരച്ചിൽ വളരെ വേഗതയില്ലായിരുന്നു, വളരെ സാവധാനത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഈ അപകടത്തെ ഒരുപക്ഷെ ഈ അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെരച്ചിൽ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മോടൊപ്പം ബിന്ദു എന്ന് പറയുന്ന 52 വയസ്സുകാരി ഉണ്ടാകുമായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിലെ നിർണായകമായ ആ സമയം തലച്ചോർ പുറത്തു വന്നു എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബിന്ദുവിനേറ്റ പരിക്കിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന്. തൽക്ഷണം തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്ന് വിലയിരുത്താമോ? ഹിമ, അത്തരത്തിലുള്ള വിലയിരുത്തൽ നമുക്ക് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള പരിക്ക് അവിടെ ഏറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. കാരണം മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ടാകണം, ആ തരത്തിലാകണം ഈ അപകടം നടന്നിരിക്കുന്നത്. ആകെ 3 നിലകളാണ് ഈ കെട്ടിടത്തിനുള്ളത്. മൂന്നാമത്തെ നിലയിൽ മാത്രമാണ് ബാത്റൂം ഉള്ളത്. മാത്രമല്ല, ഇന്നലെ ഈ സംസാരിക്കുന്നതിനിടയിൽ ചില 1-2 ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയ ആളുകളാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ
അവിടെ ഉണ്ട്. അതായത് ഈ ബാത്റൂമിൽ ആ സമയത്ത് തന്നെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആളുകൾ, അതായത് ആ സമയത്ത് ബാത്റൂമിൽ ആളുകളുണ്ട്, അവരിൽ 2 പേർ ആ ബാത്റൂമിൽ ആ സമയത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ എന്നൊക്കെ തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളെ പിന്നീട് ആ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തി. മറ്റൊരാൾ ബിന്ദുവായിരുന്നു. ആ ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുരുതരമായ പരിക്ക് തലക്കേറ്റിട്ടുണ്ടായിരുന്നു. തലയോട്ട് പൊട്ടി തലച്ചോറ് ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആന്തരികമായ ഹൃദയം, കരൾ, ഉൾപ്പെടെയുള്ള ശ്വാസകോശം ഉൾപ്പെടെയുള്ള ആന്തരിക ഭാഗങ്ങൾക്കൊക്കെ തന്നെ ഗുരുതരമായ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിച്ചത്. എന്തായാലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള വീഴ്ച പറ്റി. കാരണം തെരച്ചിലിന് ഒരു വേണ്ടത്ര ഊർജ്ജം നൽകാൻ, വേണ്ടത്ര രീതിയിൽ തെരച്ചിൽ നിർദ്ദേശം നൽകാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന്, നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞില്ല. അതുതന്നെയാണ് ഈ മരണത്തിലേക്കും ഇപ്പോൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കും കാരണമെന്ന് പറയുന്നത്.